നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെൽഫ് അവെയർനെസ് ആണ്. സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്കില്ലിലെ ഒരു കോറായിട്ടുള്ള ലൈഫ് സ്കില്ലാണ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് നമ്മളുടെ ഇൻഡിവിജ്വൽസിൻ്റെ ക്യാരക്ടർ, ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ് എല്ലാം നമ്മൾ തന്നെ അനലൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ തോട്ട്സ്, വീക്ക്നെസ്, സ്ട്രെങ്ത് ഒക്കെ നമ്മളുടെ ബിഹേവിയറിനെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മൾ എങ്ങനെയാണ് ആളുകളോടുള്ള ഇൻട്രാക്ഷൻ, അതാണ് മെയിനായിട്ട് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് സെൽഫ് അവെയർനെസ് ആണുള്ളത്. ഒന്ന് പ്രൈവറ്റ് സെൽഫ് അവെയർനെസ്സും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് സെൽഫ് അവെയർനെസ്സും. പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ ഇന്നർ ഫീലിങ്സ്, മോട്ടീവ്സ്, വാല്യൂസൊക്കെ നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും നമ്മൾ തന്നെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുക. അതായത് നമ്മളുടെ ഉള്ളിലോട്ട് നോക്കിയിട്ട് നമ്മൾ തന്നെ ഒരു അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക നമ്മളെ പറ്റിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചില ദിവസം നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, എനിക്ക് ഒട്ടും എനർജി ഇല്ല, അതുപോലെ തന്നെ ഞാൻ ഭയങ്കര സാഡാണ്, ഒരു ക്ലിയർ റീസൺ ഇല്ലാതെ എനിക്കൊരു സാഡ്നെസ് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രോപ്പർ പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് ടയേർഡാണ്, കുറച്ച് അൺമോട്ടിവേറ്റഡ് ആണ്, മേ ബി ചിലപ്പോൾ ഞാൻ ഇന്നലെ പ്രോപ്പറായിട്ടൊരു റെസ്റ്റ് എടുത്തിട്ടില്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഇത്തരത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കൊരു പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് സെൽഫ് അവെയർനെസ് ആണ്. അതെന്ന് പറഞ്ഞാൽ അവെയർനെസ് ഓഫ് ഹൗ അതേഴ്സ് സീ യു. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്, കുട്ടികളൊക്കെ ഭയങ്കര ഡിസ്എൻഗേജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ആരും അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു റെസ്പോൺസോ റിയാക്ഷൻസോ ഒന്നും തരുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അതായത് എൻ്റെ പ്രസൻറ്റേഷൻ രീതിയിൽ മേ ബി ഞാൻ കുറച്ച് ഡൊമിനേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് അത് കണക്റ്റഡ് ആവാത്തത്. അപ്പോൾ എനിക്ക് ആ ഒരു ഏരിയയിൽ പബ്ലിക് സെൽഫ് അവെയർനെസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽഫ് അവെയർനെസ്. ഒന്ന് പ്രൈവറ്റ് ആൻഡ് ദ അതർ വൺ ഇസ് പബ്ലിക്. ഇനി സെൽഫ് അവെയർനെസ്സിന് മെയിനായിട്ട് 5 കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് സെൽഫ് കൺസെപ്റ്റ് ആണ്. സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ എങ്ങനെയാണ് കാണുന്നത്, ഹൗ ഐ സീ മൈസെൽഫ്. അതായത് ഞാൻ എന്നെ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ കുറച്ച് എംപതറ്റിക് ആയിട്ടുള്ള, ഞാൻ കുറച്ച് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അതെൻ്റെ സെൽഫ് കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ആണ്. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട്, എൻ്റെ വർത്ത് എന്താണ്, അത് ഞാൻ മനസ്സിലാക്കുന്നതാണ് എൻ്റെ സെൽഫ് എസ്റ്റീം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് നോളജ് ആണ്. സെൽഫ് നോളജ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ വീക്ക്നെസ്, സ്ട്രെങ്ത്ത് ഒക്കെ അനലൈസ് ചെയ്യുന്നതാണ് എൻ്റെ സെൽഫ് നോളജ്. ദ അതർ വൺ ഈസ് സെൽഫ് റിഫ്ലക്ഷൻ. അതായത് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തോട്ട്സ് അനലൈസ് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയും എൻ്റെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുമാണ് എൻ്റെ സെൽഫ് റിഫ്ലക്ഷൻ. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സോഷ്യൽ അവെയർനെസ്. സോഷ്യൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ആളുകൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആളുകൾ ഇപ്പോൾ എന്നെ തന്നെ മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ പൊതുവേ ഉള്ള എന്നെ പറ്റിയിട്ടുള്ള ആളുകളുടെ അവെയർനെസ്സിന് പറയുന്നതാണ് സോഷ്യൽ അവെയർനെസ്. അപ്പോൾ നമുക്ക് 5 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം, സെൽഫ് നോളജ്, സോഷ്യൽ അവെയർനെസ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. ഈ 5 തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പണൻ്റ് ആണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൊടുക്കുന്ന വാല്യൂ, നമുക്ക് കൊടുക്കുന്ന വർത്ത് എത്രത്തോളം ഉണ്ട്, നമ്മളെ കൊടുക്കുന്ന റെസ്പെക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. വാല്യൂയിങ് ഹൂ യു ആർ, അതാണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു എക്സാമിൽ ഫെയിലായി, അല്ലെങ്കിൽ ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഈ സിറ്റുവേഷനിൽ എനിക്കൊരു ലോ സെൽഫ് എസ്റ്റീം ആണെങ്കിൽ എൻ്റെ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനൊരു യൂസ്ലെസ് ആണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് തൊട്ടാലും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എപ്പോഴും ഇതിങ്ങനെയാണ്. ഇത്തരത്തിലുള്ള തോട്ട്സ് വരുന്നത് നമുക്ക് ലോ സെൽഫ് എസ്റ്റീം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു ഹൈ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ നല്ലൊരു സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്, ഈ സെയിം സിറ്റുവേഷൻ ഞാൻ ഫോർ എക്സാമ്പിൾ തോറ്റു എന്നാണെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം എനിക്കത് അത്ര പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല, ഐ ഡിഡ്ന്റ് ഡു വെൽ ദിസ് ടൈം, അത്രയേ ഉള്ളൂ. ഞാനിതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചും കൂടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ ആ സിനാരിയോ. അങ്ങനെയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് അവെയർനെസ്സിൻ്റെ കോമ്പണൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ്.
ഇനി എങ്ങനെയാണ് നമുക്ക് സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ സർട്ടൻ വേസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലവ് യുവർ സെൽഫ്, അതായത് ഒരു സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടായിട്ടിരിക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ തന്നെ കെയർ ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ ഒരു അറ്റൻഷൻ കൊടുക്കാനൊക്കെ ഉള്ള പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റ്. പിന്നെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗുഡ് ക്വാളിറ്റീസ് എഴുതി വയ്ക്കുക. അതായത് ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ എംപതറ്റിക് ആണ്, എനിക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മളുടെ ഗുഡ് ക്വാളിറ്റീസ് ആണ്. അത് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. പിന്നെ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും നമ്മൾ ഗോള് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതും നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹാവ് സെൻസ് ഓഫ് ഹ്യൂമർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ്, അതായത് കാര്യങ്ങൾ കുറച്ച് ലൈഫിൽ ലൈറ്റായി കാണുക. എന്ത് സംഭവിച്ചാലും അത് കൂടുതൽ ഹാർഡാക്കി എടുക്കാതെ കുറച്ച് ലൈറ്റായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് ചെയ്യുന്നതിനാണ് ഹാവ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുക. പിന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, അതും നമ്മളുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രോപ്പ് യുവർ നെഗറ്റീവ് ഫ്രണ്ട്സ്, അതായത് പ്രോപ്പറായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ എനർജിയൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന ആളുകളുടെ ചുറ്റുമാണ് നമ്മളുള്ളതെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളുടെ സെൽഫ് എസ്റ്റീം ലോ ആക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ചെറിയ ചെറിയ സക്സസ്സുകൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യുക. ഇത്രയും വേസിലൂടെയാണ് നമുക്ക് നമ്മളുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇനി സെൽഫ് അവെയർനെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയയാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ വരുന്ന സമയത്ത് ഗോൾസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ധാരണ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് നമ്മുടെ വീക്ക്നെസ്, സ്ട്രെങ്ത്ത്, ഏരിയാസൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് ഏത് ഏരിയയിലോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് തന്നെ ഒരു അവെയർനെസ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. നമുക്ക് അതായത് ഒരു പ്രോപ്പർ അവെയർനെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു അച്ചീവബിൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഗോൾ സെറ്റിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്മാർട്ട് ഗോൾസ് എന്ന് പറയും. അതായത് എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കും, എം എന്ന് പറഞ്ഞാൽ മെഷേർഡ്, എ അച്ചീവബിൾ, ആർ റെലവൻറ്റ്, ടി ടൈം ബൗണ്ട്. ഇതാണ് ആ ഒരു സ്മാർട്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫോമാറ്റ്. അതായത് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഗോളാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ടൊരു അവയർനെസ് ഉണ്ടായിട്ടിരിക്കുക, സ്പെസിഫിക് ഗോളായിട്ടിരിക്കുക. പിന്നെ മെഷേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മെഷർമെൻറ്റ് ചെയ്യുക, എൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് ഞാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു മെഷർമെൻറ്റ് ഉണ്ടായിട്ടിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് എത്രത്തോളം റിയലിസ്റ്റിക് ആണ്, എൻ്റെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ എനിക്കിത് എത്രത്തോളം അച്ചീവബിൾ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവെയർ ആയിട്ടിരിക്കുക. റെലവൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അതായത് ഫ്യൂച്ചറിലോട്ടുള്ള എൻ്റെ ഒരു ഗോളിനോട്ട് ഇത് എത്രത്തോളം റെലവൻ്റ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്, അതായത് എത്രത്തോളം എൻ്റെ ഒബ്ജക്റ്റീവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ഗോൾ കിടക്കുന്നത്. ടൈം ബൗണ്ട് എന്ന് പറയുന്ന സമയത്ത് എത്ര ടൈം ഡ്യൂറേഷനിൽ എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, എം മെഷേർഡ്, എ അച്ചീവബിൾ, ആർ റെലവൻറ്റ്, ടി ടൈം ബൗണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സെൽഫ് അവെയർനെസ് മാറ്റർ ആയിട്ടുള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് നമ്മളുടെ ഇമോഷനിലാണെങ്കിലും സോഷ്യൽ ഫൗണ്ടേഷനിലാണെങ്കിലും സെൽഫ് അവെയർനെസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഇത് എന്തിനൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോപ്പർ ഇമോഷണൽ റെഗുലേഷൻ പ്രൊമോട്ട് ചെയ്യാൻ, സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ എമ്പതി, കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ. എമ്പതി എന്നൊക്കെ പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണോ ഫീലിങ്സ് അത് നമുക്കും അനലൈസ് ചെയ്യാൻ പറ്റുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, അവരുടെ സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സെൽഫ് അവെയർനെസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ, പേഴ്സണലായിട്ടും പ്രൊഫഷണൽ ഗ്രോത്തിനും ഒക്കെ സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബാരിയേഴ്സ് ടു സെൽഫ് അവെയർനെസ്. അതായത് സെൽഫ് അവെയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന സെർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുക. അതിൽ ഫസ്റ്റ് ബാരിയർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ ടൈം. ലാക്ക് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് കുറവായിരിക്കും.
അതായത് മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബിസി ആയിട്ടുണ്ടായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ലാക്ക് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് നോയിങ് ദ ട്രൂത്ത്. അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുകയാണോ ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് നമ്മൾ സെൽഫ് അവയർനെസ്സിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, അതായത് നമുക്ക് നമ്മളെ തന്നെ ഉള്ളിലോട്ട് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണും, പക്ഷേ ഞാൻ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് നമ്മളൊരു അൺകംഫർട്ടബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളെ മിസ്റ്റേക്സ്, റിഗ്രറ്റ്സ്, പാസ്റ്റ് ലേണിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഫിയർ ഓഫ് നോയിങ് ട്രൂത്ത് എന്ന് പറഞ്ഞ ആ ഒരു സാധനം അവിടെ ഒരു ബാരിയറായിട്ട് കിടക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഹോണസ്റ്റ് ഫീഡ്ബാക്ക്. അതായത് എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഫീഡ്ബാക്ക് വാങ്ങിക്കണം എന്നല്ല, പക്ഷേ ചില പെർട്ടിക്കുലർ ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് ഫീഡ്ബാക്ക്സ് റിസീവ് ചെയ്യാം. അത് പലപ്പോഴും നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അത് നമ്മളുടെ സെൽഫ് അവയർനെസ്സിന് ഒരു ബാരിയറായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ഓർ ഈഗോ. അതായത് നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അറിയാമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് മുതൽ നമ്മളുടെ ആ ഒരു സെൽഫ് അവയർനെസ് സ്റ്റോപ്പ് ആവും. അത് നമ്മളെ ഭയങ്കര റിജിഡ് ആയിട്ടായിരിക്കും പിന്നീട് നമ്മുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഹൈ സെൽഫ് അഷ്വറൻസ് ക്യാൻ ലീഡ് ടു റിജിഡിറ്റി. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഓവർ കോൺഫിഡൻസ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡിഫെൻസീവ്നെസ്. ഇമോഷണൽ ഡിഫെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിൽ മെയിനായിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ത്രട്ടൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ബ്രെയിൻ മറ്റൊരു ഡിഫെൻസ് മോഡിൽ അങ്ങോട്ട് ഓണായി കിടക്കും. അതായത് ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, ഇതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനത്തിലെത്തും. അങ്ങനെ നമ്മൾ ഇമോഷണൽ ഡിഫെൻസീവ്നെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ സെൽഫ് അവയർനെസ് സ്ലോലി സ്റ്റോപ്പ് ആവുന്നതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സെൽഫ് റിഫ്ലക്ഷനും ഒക്കെ ആ ഒരു ഇമോഷണൽ ഡിഫെൻസീവ്നെസ് ഉണ്ടാകുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. ഇനി എങ്ങനെയാണ് നമുക്ക് സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യാൻ കഴിയുക? അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് സെൽഫ് അവയർനെസ്, എന്താണ് സെൽഫ് അവയർനെസ്, അതുപോലെ തന്നെ കോമ്പണൻസ്, എത്ര ടൈപ്പിലാണ് വരുന്നത്, അതിൽ സെൽഫ് എസ്റ്റീമിൻ്റെ ഇമ്പോർട്ടൻസ്, ബാരിയേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കിത് ലൈഫിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് ബിൽഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആൻഡ് ജേർണലിങ്. അതായത് നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ റിയാക്ഷൻസ് എന്താണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ നമ്മൾ ജേർണലിങ് എഴുതി വെക്കുക അല്ലെങ്കിൽ തോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഒരു സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആൻഡ് ജേർണലിങ്. അതായത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സെൽഫ് കെയർ, പാഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസത്തെ മൂഡ് മൊത്തത്തിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ സെൽഫ് അവയർനെസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. അതായത് പ്രോപ്പറായിട്ടൊരു ഡീപ് ബ്രീത്തിങ്, ബോഡി സ്കാനിങ് ഒക്കെ ചെയ്തിട്ട്, പ്രോപ്പർ ബ്രീത്തിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി എടുക്കുന്ന പോലെ ഒരു ഇൻഹെയിൽ എക്സെയിൽ സാധനമല്ല. പ്രോപ്പറായിട്ട് ഒരു കംഫർട്ടബിൾ ഒരു സെറ്റിങ്ങിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിലാക്സ്ഡ്, കുറച്ച് കാമായിട്ട് പ്രോപ്പർ നമ്മളെ ഹാൻഡും ചെസ്റ്റിൽ ഹാൻഡും അബ്ഡോമനിൽ മറ്റേ ഹാൻഡും കൂടെ വെച്ചിട്ട് ഇൻഹെയിൽ എക്സെയിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിറ്റുവേഷൻസ് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ദ പോസ്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷനോട് പെട്ടെന്ന് സഡനായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് തിങ്ക് ചെയ്യുക, ഒരു പോസ് കൊടുക്കുക, എന്നതിന് ശേഷം റിയാക്ട് ചെയ്യുക. അപ്പോൾ ആ പോസിങ് ടൈമിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ആങ്കറായിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര കോൺഫ്ലിക്റ്റിലോട്ട് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഒന്ന് പോസ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യും, ഇതിപ്പോൾ ഇവിടെ പറയണമെന്നെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യും. അപ്പോൾ ആ ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രാക്ടീസ് ദ പോസ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് സെൽഫ് അവയർനെസ് ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മളെ സെൽഫ് റെഗുലേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവയർനെസ് ഓഫ് സെൻസേഷൻസ്, ഫീലിങ്സ് ആൻഡ് തോട്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ലോങ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എനർജി ഡ്രെയിൻഡ് ഒക്കെയാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ജനറലൈസ് ചെയ്തിട്ട് അങ്ങോട്ട് പറയും ഐ ആം അപ്സെറ്റ്,
അല്ലെങ്കിൽ ഐ ആം സാഡ് എന്നൊക്കെ ഒരൊറ്റ വേർഡ് അങ്ങോട്ട് പറയും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്താണ് നമ്മൾ അപ്സെറ്റ് ആക്കിയത്, എന്താണ് നമ്മളെ സാഡ് ആക്കിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങൾക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന തോട്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഐ ആം അപ്സെറ്റ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാൽ ഭയങ്കര ഇതാണെന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ നിങ്ങളുടെ എന്ത് ഇമോഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ലൈഫിലെ സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും ഞാൻ ആൻഷ്യസ് ആണ്, അല്ലെങ്കിൽ ഇന്നലത്തെ പ്രസൻറ്റേഷൻ ആലോചിക്കുമ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ അത് ആ ഒരു സാഡ് എന്ന് പറഞ്ഞ ലാബിൽ മാറ്റിയിട്ട് അപ്സെറ്റ് എന്നുള്ള ആ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് അവെയർനെസ് കൊടുക്കുക നമ്മളെ സെൻസേഷൻ, ഫീലിങ്സ്, തോട്ട്സിനൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഷേപ്സ് അവർ അവെയർനെസ് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സെൽഫ് അവെയർനെസ് ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലേണിംഗ് ഫ്രം ഫീഡ്ബാക്ക്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് ഫീഡ്ബാക്ക് പോലെ തന്നെയാണ് ലേണിംഗ് ഫ്രം ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. ഇത് നമ്മൾ ഒരിക്കലും റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തു, ഇത്ര ലെവലിൽ എത്തിയോ, 10ൽ എത്ര മാർക്ക്, അത്തരത്തിലുള്ള ഒരു സാധനമല്ല. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രോപ്പറായിരുന്നു, എൻ്റെ മെസ്സേജ് ക്ലിയർ ആയിരുന്നു, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രോപ്പറായിട്ടായിരുന്നു. അപ്പോൾ അവർ പറയും കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം, ഓക്കെ നെക്സ്റ്റ് ടൈം പറയുന്ന സമയത്ത് കുറച്ച് ഞാൻ സ്ലോ ആക്കാം. അത് എല്ലാവരോടും നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അതായത് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ തോട്ട്സിനെയും ഇമോഷനെയും പറ്റിയിട്ട് അവെയർ ആവുന്ന പ്രോസസ്സും കൂടിയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുക. അതായത് നമുക്ക് കുറേ ഇറാഷണൽ തോട്ട്സ് ഉണ്ടാവും. അത് കുറച്ച് റാഷണൽ ആക്കി കഴിഞ്ഞാൽ നമ്മളെ സെൽഫ് അവെയർനെസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറാഷണൽ തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വരുന്ന കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഓൾവേസ് മെസ് അപ്പ് തിങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം റോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ് മീൻസ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എപ്പോഴും ഞാൻ ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള തോട്ട്സ് നമ്മളെ മൈൻഡിലോട്ട് റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മളുടെ ഇറാഷണൽ തോട്ട്സ് ആണ്. അതായത് മറ്റുള്ള ആളുകളൊക്കെ എന്നേക്കാൾ നല്ലതാണ്, ഞാൻ മാത്രമാണ് മോശമായിട്ടുള്ള ഒരാൾ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മളുടെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ഇറാഷണൽ തോട്ട്സ് ആണ്. ഇതിനെ നമ്മൾ കുറച്ചും കൂടെ റാഷണലായിട്ട് ലീഡ് ചെയ്യുന്ന സമയത്ത് സെൽഫ് അവെയർനെസ് ബൂസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ റാഷണൽ തോട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഐ ഓൾവേസ് മെസ് അപ്പ് തിങ്സ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ റാഷണൽ തോട്ട്സിൽ പറയുമ്പോൾ എല്ലാവരും മനുഷ്യരാണ്, ചില സമയത്ത് ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റും, അത് ലേണിങ്ങിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് തോന്നും, മോർ ദാൻ മറ്റേ ഈ ഇറാഷണൽ തോട്ട്സ് റിപ്പീറ്റഡ്ലി മൈൻഡിൽ വരുന്നതിനേക്കാളും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ചിന്തിക്കാം എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. ഇന്ന ഏരിയയിൽ ഞാനിപ്പോൾ ഫ്ലറിഷ് ആയില്ല എന്ന് വെച്ചാൽ ദാറ്റ് ഡസൻ മീൻ ഞാൻ ഭയങ്കര ലോ ആയിട്ടുള്ള ഒരാളാണെന്നല്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇറാഷണൽ തോട്ട്സിനെ സ്ലോലി റാഷണാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ഫൈനൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജൊഹാരി വിൻഡോ. ഇത് സോഷ്യൽ സൈക്കോളജിയിലെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളെ സെൽഫ് അവെയർനെസ് എക്സ്പാൻഡ് ചെയ്യാനും പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ജൊഹാരി വിൻഡോ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ജൊഹാരി വിൻഡോയിൽ മെയിനായിട്ട് 4 ഏരിയാസ് ആണുള്ളത്: ഓപ്പൺ സെൽഫ്, ഹിഡൻ സെൽഫ്, ബ്ലൈൻഡ് സെൽഫ് ആൻഡ് അൺനോൺ സെൽഫ്. അപ്പോൾ ഓപ്പൺ സെൽഫ് എന്ന് പറഞ്ഞാൽ നോൺ ടു യു ആൻഡ് അതേഴ്സ്, അതായത് എന്നെപ്പറ്റി എനിക്കും അറിയാം ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന്, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ഇതാണെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കറിയാം ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്ക് അക്കാഡമിക്സിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും അറിയാം ഞാൻ അക്കാഡമിക്സിൽ നല്ലതാണ്, വിച്ച് മീൻസ് അതെൻ്റെ ഓപ്പൺ സെൽഫാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിഡൻ സെൽഫാണ്. അതായത് എനിക്ക് എന്നെപ്പറ്റി ഈ ഒരു കാര്യം അറിയാം, മറ്റൊരാൾക്ക് എന്നെ പറ്റിയിട്ട് അറിയണമെന്നില്ല. അതായത് ഒരു പ്രസൻറ്റേഷൻ്റെ മുന്നേ ഞാൻ വളരെ ആൻഷ്യസ് ആവുന്നത് ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ ആളുകൾ നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷേ ഉള്ളിൽ ഞാൻ ഹൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ഹിഡൻ സെൽഫാണ്. അതായത് ഞാൻ എന്നെ ആളുകളിലേക്ക് അങ്ങനെ എത്തിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ പ്രൈവറ്റായിട്ട് വയ്ക്കുക. അത് ചില സമയത്ത് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് കൊണ്ടും സംഭവിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യൂ എന്നുള്ള ആ ഒരു സാധനം വരുന്നതാണ് ഹിഡൻ സെൽഫിൽ വരുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് അറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നെക്സ്റ്റ് വന്നിട്ട് ബ്ലൈൻഡ് സ്പോട്ടാണ്. അതായത് നിങ്ങൾക്ക്
ആസ് എ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ആ ഒരു ട്രേറ്റ് ഉണ്ട് എന്നറിയില്ല, പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളെ പറ്റിയിട്ട് അതറിയാം. അതായത് നിങ്ങൾ വിചാരിക്കുകയാണ് ആളുകളോട് നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ്, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണെന്നൊക്കെ ആണെങ്കിൽ ബേസിക്കലി അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. മറ്റുള്ളവർ ചുറ്റുമുള്ള മെജോറിറ്റി ആളുകൾ നിങ്ങളെ കൺസിഡർ ചെയ്യും നിങ്ങളൊരു ഹാർഷ് അല്ലെങ്കിൽ റൂഡായിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടായിരിക്കും. വിച്ച് മീൻസ് അത് നിങ്ങളുടെ ബ്ലൈൻഡ് സെൽഫാണ്. അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ആ ഒരു ട്രേറ്റുള്ള കാര്യം, പക്ഷെ ചുറ്റുമുള്ള ആളുകൾക്ക് അതറിയാം. ഓക്കെ, അടുത്ത വന്നിട്ടുള്ള ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അൺനോൺ സെൽഫ് എന്നാണ്. അതായത് നിങ്ങൾക്കും അറിയില്ല അങ്ങനൊരു കാര്യം നിങ്ങളിലുള്ളത് മറ്റുള്ള ആളുകൾക്കും അറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഒരു ടൂറ് പോയിട്ട് നമ്മളെന്തോ ഒരു പാനിക്കിങ് സിറ്റുവേഷനിലായിപ്പോയി. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ നമ്മൾ അത്രയും കാലം കാണാത്ത ചില ആളുകൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവർ പെട്ടെന്ന് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ ചുറ്റുള്ള ആളുകളെ കംഫർട്ടബിൾ ആയിട്ടുള്ള നോക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ആൾക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ഇന്നേറ്റ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള ആളുകൾക്കും ചിലപ്പോൾ സർപ്രൈസ്ഡ് ആയിരിക്കും ഇവനിങ്ങനൊരു സാധനം അറിയാമായിരുന്നു. അതായത് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ചില ട്രേറ്റ്സ് നമ്മൾ ഔട്ട് ചെയ്ത് കാണിക്കുന്നതാണ് അൺനോൺ സെൽഫ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കും അറിയില്ല മറ്റുള്ള ആളുകൾക്കും അറിയില്ല, സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ജൊഹാരി വിൻഡോ. ഇതാണ് മെയിനായിട്ട് 4 ഏരിയാസ്. ഈ 4 ഏരിയാസ് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മളെ സെൽഫ് അവെയർനെസ് നമുക്ക് ഒന്നും കൂടെ ഡീപ്പ് ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇമോഷൻസാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടായിരിക്കുക. ഈ ഇമോഷൻസൊക്കെ ആളുകളിലായിട്ട് ഇൻട്രാക്ഷൻ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെൽഫ് എസ്റ്റീം, അതുപോലെ പ്രൈവറ്റ് സെൽഫ്, പബ്ലിക് സെൽഫ്, നമ്മളെ ജൊഹാരി വിൻഡോ എങ്ങനെ ബിൽഡ് ചെയ്യാം, എന്തൊക്കെയാണ് ബാരിയേഴ്സായിട്ട് നിൽക്കുന്നത്, എന്തൊക്കെ വഴിയിലാണ് നമുക്ക് സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു ഇതാണ് നമ്മൾ മെയിനായിട്ട് സെൽഫ് അവെയർനെസ് എന്ന കൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്.